ഹലോ ഫ്രണ്ട്സ്, വ്ളോഗ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന പുകപ്പരയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും പുകപ്പര എന്തായാലും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് റബ്ബർ ഷീറ്റ് ഉണക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഒരു 5 സ്റ്റെപ്പായിട്ടാണ് ഇതുള്ളത്. അതിൽ ഏറ്റവും താഴത്തിൽ ഇപ്പോൾ വേണ്ട ഷീറ്റ് ഇടാം. ഇപ്പം നമ്മൾ ഒട്ടുപോലെയാണ് ഇടുന്നത്. ഓരോ സ്റ്റെപ്പിൽ നമുക്ക് 150 തൊട്ട് 200 ഷീറ്റ് വരെ, അങ്ങനെ മൊത്തത്തിൽ 750 തൊട്ട് 1000 ഷീറ്റ് വരെ നമുക്ക് ഇതിനകത്ത് ഉണക്കാൻ പറ്റും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഷീറ്റ് കിടക്കുന്നതാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് ഗ്രേഡ് ഷീറ്റ്, അത് 2 ദിവസത്തെ പുക കൊടുത്തുള്ളൂ. 3-ാം ദിവസമാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗം. ഫ്ലാറ്റായിട്ടാണ് കിടക്കുന്നത്, നിരപ്പായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒന്നിനും ഒരു തടസ്സമില്ല. ഇപ്പോൾ ഇവിടെ പുക വരുന്നിടത്ത് ഇങ്ങനെ ഗ്രില്ല്, കമ്പി കൊണ്ട് ഇങ്ങനെ ഗ്രില്ല് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ 6 ഹോളാണ് ഇട്ടേക്കുന്നത്. അടുപ്പ് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് അടുപ്പ് വരുന്നത്. ഓക്കെ, ഇത് സ്റ്റാൻഡ് ഇവിടെയായിട്ട് നമ്മൾ കോൺക്രീറ്റ് ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. അടുപ്പ് ആ ലെവലിലാണ്, ഈ ലെവലിലാണ് ഇതിൻ്റെ അടിഭാഗത്ത് അടുപ്പ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് മുകളിലേക്കാണ് പുക വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും തീ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരില്ല. നമ്മൾ എത്ര തീ ഇട്ടാലും നമ്മുടെ ഷീറ്റും കാര്യങ്ങളെല്ലാം സേഫ് ആയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ മൊത്തത്തിൽ നീളത്തിലാണ് അടുപ്പുള്ളത്. അടുപ്പ് നമ്മൾ പുറത്തുനിന്നാണ് വരുന്നത്. അത്ര സൈഡിലാണ് കോൺക്രീറ്റ് ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു എക്സ്ട്രാ പാത്ത് പോലെ കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും തീ ഉള്ളിലേക്ക് വരാൻ പാടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മൾ പലക കയറി നിന്നിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഷീറ്റൊക്കെ ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഷീറ്റാണ്. ഇതിപ്പം 3-ാമത്തെ ദിവസമാണ്. ഇത് ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് 4 ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ പുകപ്പരയുടെ അടുപ്പ് വരുന്നത്. ഇത് ചാരം വലിക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് അടുപ്പ്. അപ്പോൾ ഇതിനകത്ത് ചാരം നമ്മൾ ഉള്ളിൽ തന്നെ വെക്കുക കേട്ടോ. കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുള്ളൂ. ഇതിലാണ് നമ്മൾ കത്തിക്കുന്നത്. ഇത് അറ്റം വരെ ഉണ്ട് ഈ അടുപ്പ്. അപ്പോൾ പിന്നെ കുറേ പേരുടെ ഷീറ്റ് ഇങ്ങനെ കത്തി പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അടപ്പ് കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ അടയ്ക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് തീ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഈ അടക്കച്ചപ്പാട്ട് ഇടുന്നത്, അതിങ്ങനെ ഒട്ടുപാലിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കത്തിച്ച് കൊടുത്താൽ അത് കത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടുപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് 100% സേഫ് ആയിരിക്കും. കാരണം കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, അവർ അടുപ്പ് ഉള്ളിലൊക്കെ വെക്കുമ്പോൾ ഷീറ്റ് പൊള്ളി പോകുന്നു, അല്ലെങ്കിൽ ഷീറ്റ് കത്തിപ്പോകുന്നു, അങ്ങനെ കുറേ നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് എന്തോരം തീയിട്ടാലും നമുക്കൊരു ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. നന്നായിട്ട് കത്തുകയും ചെയ്തോളും, നന്നായിട്ട് പുകയും പിടിക്കും. ഞാനിപ്പോൾ ആക്കുന്ന 3 ലിറ്റർ പാൽ ഒഴിച്ചുള്ള ഷീറ്റ് ആക്കുന്നത്. എന്നിട്ടും 3-ാമത്തെ ദിവസം എനിക്ക് ഉണക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കനം കുറയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണക്കിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തീ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും അതെടുത്ത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോഴത്തേക്കും പുക മുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ ജസ്റ്റ് ഒരു കമ്പ് വെച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ഷീറ്റ് ഞാൻ ഇപ്പോൾ രാവിലെ അടിച്ചിട്ട് രാവിലെ ഉറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഷീറ്റ് അടിക്കും. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ പുകപ്പരയിലിടുന്നത്. ഓക്കെ, ഇതിപ്പോൾ പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാത്തിനകത്തും നന്നായിട്ട് തന്നെ പുക വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആയി വരുന്നതുള്ളൂ, തീ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം നന്നായിട്ട് പുകയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.